മലങ്കര മാർഗം ഇങ്ങനെയായിട്ടുള്ള ആ പ്രോണ എടുക്കുന്നത്. അതെ കറക്റ്റ്. ആ രീതിയിൽ. ഓക്കെ 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 ഓക്കെ. പിന്നെ പിന്നെ അങ്ങനെയാണ്. നിങ്ങളുടെ ഞങ്ങൾ അങ്ങനെ 34 തന്നെ കൊടുക്കുന്നത്. 30 സമസ്ഥാനരായതുകൊണ്ടാണ് അത് ഭരണഘടനയില് കൊടുത്തേക്കുന്നത് പിന്നെ 34 കേട്ടോ. ഭരണഘടനയിൽ ആദ്യം ഹോണർ കൊടുക്കുന്നത് പത്രോസിന്റെ ത്രോണിനെയാണ്. പിന്നെയാണ് കാതോലിക്കോസിനെ കൊടുക്കുന്നത്. പത്രോസ് ത്രോണ് ഹോർഡർ കൊടുക്കുന്നില്ല. പത്രോസിന്റെ ത്രോൺ ഏത് ത്രോണാണ് അതെന്ന് മാത്രം കാണിക്കുന്നത്. കാരണം അവിടെ ഈ ഒന്നുമില്ല. മറ്റെന്തൊക്കെ ത്രോൺസും ഉണ്ട് കേട്ടോ. പത്രോസിന്റെ ത്രോണിന് അവിടെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ആ അന്ത്യോക്യയിലെ ഞങ്ങൾ ഭരണഘടന കൊടുക്കുന്നില്ല. ഞങ്ങൾ അന്ത്യോക്യ നിങ്ങൾ ഈ പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല. പറയണ എടാ ഞങ്ങള് പത്രോസ്ലിയെ സമമായിട്ടുള്ള പറഞ്ഞത് ഈ ഇത് കളിയാക്കരുത്. ക്ലബ് ഹൗസിൽ കൊടുക്കുന്നുണ്ട്. ഇരിക്കുന്ന മൂന്നാല് പത്രോസ്ലിയെ പേരാണ്. കളിയാക്കാൻ ഒരിക്കലും പാടില്ല. അത് അങ്ങനെയാണ് ചേച്ചിക്ക് മനസ്സിലായെങ്കിൽ ഞങ്ങൾക്ക് തിരുത്താൻ താല്പര്യമില്ല. നീ അങ്ങനെ മനസ്സിലാക്കിക്കോ. അതിനുള്ള ബോധമേ കാണത്തുള്ളൂ. ഇവന്മാര് ഈ ക്ലബ് ഹൗസിൽ ഇരിക്കുന്നവർക്ക് ഒരു ഇവർക്ക് മിനിറ്റ് നമ്മളോട് പറഞ്ഞു. ഒരു മിനിറ്റ്. പക്ഷെ ഇവര് സാധാരണഗതിയിൽ എടുത്തു വെച്ച് ഈ അടിക്കുന്ന നമ്മുടെ ജൂഡൻ സാധനമാണ് ഈ സംസാരിക്കട്ടെ. ജൂഡൻ അല്പം വിവരമുള്ള മനുഷ്യനാണ്, പുള്ളി സംസാരിക്കും. ഇവര് അത് സാധാരണ പറഞ്ഞു തീർക്കട്ടെ. 34-ാമത്തെ ഭരണഘടന 34-ലെ ഭരണഘടന എടുത്ത് വെച്ചിട്ട് അതിന്റെ അകത്ത് ഈ മറ്റേടത്ത് ഇതിന് എന്തോ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന്. ആ 34-ലെ ഭരണഘടന എഴുതുന്ന സമയത്ത് മലങ്കര സഭ കണ്ടുകൊണ്ടിരുന്നത് ഈ അന്ത്യോക്യൻ സഭയല്ല, സിറിയൻ ഓർത്തഡോക്സ് സഭയെ അവരുടെ സിസ്റ്റർ ചർച്ച് ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പോ പൂർണ്ണമായിട്ടുള്ള ഐക്യം ഉണ്ടായിരുന്ന ഒരു സഭയായിട്ടാണ് അന്നത്തെ സമയത്ത് ഭരണഘടന എഴുതുന്ന സമയത്ത് കണ്ടത്. അതുകൊണ്ട് ഭരണഘടനയിൽ ഇന്ന ചർച്ചിന്റെ പാത്രിയാർക്കീസ് ഇന്ന വ്യക്തിയാണെന്നും അതിനുശേഷം വളരെ കൃത്യമായിട്ട് അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മലങ്കര സഭയുടെ ഹെഡ് ആരാണെന്ന്. മലങ്കര സഭയുടെ കാതോലിക്കയുടെ മേളിലാണ് പാത്രിയാർക്കീസ്. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ഗോ അതല്ല എന്റെ ചോദ്യം അതല്ല. ആദ്യം നിങ്ങൾ ഹോണർ കൊടുത്ത് പാത്രിയാർക്കീസിന്, അത് പീറ്ററിന്റെ ത്രോണിന്. സെക്കൻഡ് അല്ല നിങ്ങളുടെ അതിലേക്ക് വന്നുള്ളൂ. നിങ്ങൾക്ക് നേരെ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ നിങ്ങൾ ഇടായിരുന്നില്ല. സെക്കൻഡ് ആദ്യം അല്ല, അങ്ങനെയാണെങ്കിൽ തേർഡാ. തർക്കീത് കാതോലിക്കോസിന് പോലും ഇട്ടിട്ട് അത് ആ തേർഡാ. ഞങ്ങളുടെ തേർഡാ കൊടുത്തത്. അങ്ങനെയാണ് പിന്നെ തർക്കീതിന്റെ ഗ്രിഗോറിയസ് കാര്യമില്ല ആയിട്ടാണ് സാറേ. കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് പീറ്ററിന് ചേർന്നാണ് ഉള്ളൂ. ഓണർ എങ്കിൽ പിന്നെ അത്രേ നിങ്ങൾ ഉള്ളൂ. എന്തിനാ നിങ്ങളുടെ തർക്കിക്കുന്നത്? കഴിഞ്ഞു ഡിസ്കഷൻ അത്രേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾ അങ്ങനെ മനസ്സുഖം നേടി പോവുകയാണെങ്കിൽ എടാ പോയിക്കോ, ഒരു മനസ്സ് കുഴപ്പമില്ല. വേണ്ട ഞങ്ങളെ പൊക്ക. സംബന്ധിച്ചോളം അത് ഇവനില്ലേ ഈ പറയുന്നത്? സമസ്ഥാനിയൻ എന്ന രീതിയിൽ മാത്രമാണ് കണ്ടേക്കുന്നത്. സമസ്ഥാനിയനാണത്. അത്രേ ഉള്ളൂ. സംശയം എന്റെ പൊന്നി. ചോദിച്ചോട്ടെ? ജൂഡൻ പറഞ്ഞോ. ജൂഡൻ പറയട്ടെ. പറഞ്ഞോ. ഇവന്മാരുടെ പരിപ്പിളക്കി ഇവിടെ. പരിപ്പളക്ക്. പരിപ്പല്ല, നമ്മള് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുക. ജഗവതി ഇത്ര വളരെ ജഗവതി സീരിയസ് ആയിട്ട് ചൂടനാണ്. കാര്യങ്ങൾ പറയുമ്പോ ഈ ഈ നമ്മുടെ ഒന്നാം ഭരണഘടനയില് പറഞ്ഞിരിക്കുന്നതൊന്നും എനിക്കൊന്നും അതിന്റെ അർത്ഥം പറഞ്ഞു. ഞാൻ വായിക്കാൻ വേണമെങ്കിൽ മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യൻ പാത്രിയാർക്കീസുമാകുന്നു. ഇതെന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞ ജഗവതി? അതായത് അതായത് ഈ ഒന്നാം നൂറ്റാണ്ടിലെ ചർച്ചാണ്. ഒരു മിനിറ്റ്. ഒന്നാം നൂറ്റാണ്ടിലെ ചർച്ചാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓരോ ചർച്ചും ഈസ് ആൻ ഓട്ടോസെഫാലസ് ചർച്ച്. ഓരോ ചർച്ചുകൾക്കും അതിൻ്റെതായിട്ടുള്ള പാർട്ടി. ഇത് ഓർത്തഡോക്സ് തിയോളജിയാണ് കേട്ടോ, കാത്തലിക്കിന്റെ വ്യൂ അല്ല പറയുന്നത്. ഓരോ ചർച്ചും ഓട്ടോസെഫാലസ് ചർച്ചാണ്. ഓരോ ചർച്ചും അതുകൊണ്ടാണ്. പക്ഷെ ഈ ചർച്ച് എല്ലാം യുണൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് വൺ യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഈ സുറിയാനി സഭ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് വെസ്റ്റ് സിറിയാക്, ഇനിയൊന്ന് ഈസ്റ്റ് സിറിയാക്. ഈ വെസ്റ്റേൺ സുറിയാനി സഭയും ഇനിയൊന്ന് ഈസ്റ്റേൺ സുറിയാനി സഭയും. ഇതിലെ വെസ്റ്റേൺ സുറിയാനി സഭയുടെ തലവനാണ് ഈ പാത്രിയാർക്കീസ് എന്ന് പറയുന്നത്. അതാണ് അവര് അവരുടെ പേരിൽ അവിടെ മെൻഷൻ ചെയ്യുന്നത് സുറിയാനി സഭ എന്നാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ മെൻഷൻ ചെയ്യുന്നത് മലങ്കര സുറിയാനി സഭയാണ്. അതാണ് അതിന്റെ അടിയിലെ അടുത്ത ക്ലോസിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് യു ക്യാൻ സി ദ പ്രൈമേറ്റ്. വാട്ട് യു മീൻ ബൈ പ്രൈമേറ്റ്? പ്രൈമേറ്റ് ഈസ് ദ സുപ്രീം ഹെഡ് ഓഫ് സംതിങ്. ഒരു കോളേജിന്റെ പ്രൈമേറ്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കോളേജിന്റെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഹെഡ് ആയിരിക്കും, ആ ഡീൻ ആയിരിക്കും. അതല്ലാതെ പ്രിൻസിപ്പൽ, രണ്ട് വൈസ് പ്രിൻസിപ്പൽമാരുണ്ടെങ്കിൽ അവരെ പ്രൈമേറ്റ് എന്ന് പറയത്തില്ല. സോ ദ പ്രൈമേറ്റ് ഓഫ് ദ മലങ്കര ചർച്ച് ഈസ് ഇന്ന വ്യക്തിയാണ്. ഇനി ഇതിനു ശേഷം യു ഗോ ടു ക്ലോസ് നമ്പർ 99 അല്ലെങ്കിൽ 100. നിങ്ങൾ ക്ലോസ് എടുത്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാം പാത്രിയാർക്കീസിന്റെ അധികാരം എന്താണ്, കാതോലിക്കയുടെ അധികാരം എന്താണെന്ന്. വായിച്ചു നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. പാത്രിയാർക്കീസ് കാതോലിക്ക അംഗീകരിച്ച കാനോനികമായിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ പാത്രിയാർക്കീസും മലങ്കര സഭയിൽ ചില സ്ഥാനങ്ങളുണ്ട്. അത് കാനോനികമായിട്ടുള്ള പാത്രിയാർക്കീസ് ആയിരിക്കണം. ആ പാത്രിയാർക്കീസിനെ വാഴിക്കുന്ന സമയത്ത് ഇവിടത്തെ കാതോലിക്ക പോകണം. ആ വാഴ്വില് കാതോലിക്ക പങ്കെടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പാത്രിയാർക്കീസിനെ മലങ്കര സഭ അംഗീകരിക്കുന്നുള്ളൂ. അത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി അതിന്റെ താഴോട്ടേക്ക് നിങ്ങൾ വായിക്കുവാണെങ്കിൽ കാതോലിക്കയുടെ അധികാരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാതോലിക്ക ഈസ് ദ സ്പിരിച്വൽ ഹെഡ് ഓഫ് ദ ഇത്, അതായത് ബിഷപ്പുമാരെ വാഴിക്കാനും മൂറോൻ കുദാശ ചെയ്യാനും ബാക്കി ഒരു ചർച്ചിന്റെ ഹെഡിന് എന്തൊക്കെ അധികാരങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനുള്ള അധികാരമുള്ളത് കാതോലിക്കാണ്. അല്ലാതെ പാത്രിയാർക്കീസ് വന്നു കഴിഞ്ഞാൽ മലങ്കര ഓർത്തഡോക്സിന്റെ ഒരു സ്കൂളിൽ 5ാം ക്ലാസ്സിലെ ഒരു കൊച്ചിന് അഡ്മിഷൻ പോലും എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. സോ നിങ്ങൾ പറയുന്ന ഇന്റർപ്രിട്ടേഷൻ ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഇനി ഇതിനെ കൂടുതൽ പുള്ളി ഇന്റർപ്രറ്റ് ചെയ്തില്ല, ഒരു ബ്രഹ്മാസ്ത്രമായിട്ട് വന്നതാ. അത് വീണ്ടും ഒരു ചോദിക്കും, മനസ്സിലാവാത്ത കാര്യം ഭാഗത്ത് വീണ്ടും ചോദിക്കും. ഒന്നാമത്തെ പോരട്ടെ കാര്യം ജൂഡാ. ഒന്നാമത്തെ കാര്യം ഞാനൊന്നും ഇന്റർപ്രറ്റ് ചെയ്തില്ല ഇവിടെ. രണ്ടാമത്തെ കാര്യം ഞാനൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ എന്തോ ഇന്റർപ്രറ്റ് ഞാൻ മനസ്സിലായി. ഇന്റർപ്രറ്റ് ചെയ്യണം ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അത് ഇന്റർപ്രറ്റ് എന്റെ ചെയ്തിട്ടില്ല. ദൈവമേ, ആ വെപ്രാളം ബ്രഹ്മാസ്ത്രം പറയാതിരിക്കാൻ വീണ്ടും മനുഷ്യനൊന്ന് ചോദിക്കും. പറഞ്ഞു ക്രിസ്റ്റഫർ തീർക്കട്ടെ. അത് അതൊന്നും മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഈസ്റ്റും എന്തൊരു വെസ്റ്റിന്റെ കഷ്ടം. ഇത്. ഒന്ന് നിൽക്കേ, ആദമേ ഒന്ന് മ്യൂട്ട് ചെയ്തേ, അല്ലെങ്കിൽ ഒന്ന് ആ കൂളാക് ആ, ദൈവതി ഒന്ന് കൂളാവ്, നമുക്ക് നമ്മളെല്ലാം ഞാൻ കൂളായിട്ട് കൂളാവുക. ക്രിസ്റ്റഫർ ആ എനിക്ക് ഈസ്റ്റും വെള്ളം വെസ്റ്റിന്റെ കുടിക്കാൻ അറിയോ? മാത്രമായിട്ടൊന്ന് എടുത്തു പറഞ്ഞു. ആ ബ്രഹ്മാസ്ത്രം ഇവരുടെ ഇത് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി പറഞ്ഞോ. ആ ഇത് അതായത് അതായത് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഇതിനകത്ത് അതായത് മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ആ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പ്രൈമേറ്റ് എന്ന് പറയുന്നത് അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ആണെന്നുള്ളതാണ് ആദ്യത്തെ ക്ലോസ്. ആ ക്ലോസ് നിങ്ങൾ വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോസിഫാലസ് എന്നുള്ള പറഞ്ഞു, അത് ഡിബേറ്റബിൾ ആണ്. ഓട്ടോസിഫാലസ് എന്നുള്ളത് മലങ്കര സഭ ഓട്ടോസിഫാലസ് ആണെന്ന് പറയുന്ന ഒരു രേഖയും എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? അതുണ്ടെങ്കിൽ അതൊന്ന് പറയണം. നിങ്ങൾ സ്വയം ഓട്ടോസിഫാലസ് ആണെന്ന് അല്ല, ഇത് ചോദ്യം ഒന്ന് കംപ്ലീറ്റ് ആകട്ടെ. എന്താ ഓട്ടോസെഫാലസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജൂതൻ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? പറയൂ അല്ല കേൾക്കട്ടെ. അതേ ഞാൻ പറഞ്ഞു, അതൊരു വേറെ അല്ലല്ല, പുള്ളിയുടെ ഡിബേറ്റബിൾ മറ്റേ ഇഷ്യൂ ആണ്. ബ്രഹ്മാസ്ത്രത്തിന്റെ ആൻസർ കൊടുത്തിട്ട് മതി. ക്രിസ്റ്റഫർ മ്യൂട്ട് ചെയ്തോ, ഇത് പുള്ളി ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കട്ടെ. നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ കാട് കയറി ഞാൻ ചോദിക്കുന്ന ചോദ്യം എല്ലാ സഭ ആ, ഇപ്പൊ കത്തോലിക്ക സഭയുടെ ഭരണഘടന എടുക്കുക. ആ ഭരണഘടന അവരുടെ പ്രിമേറ്റ് എന്ന് പറയുന്നത് പോപ്പാണ്. ആ, അലക്സാണ്ടറിൻ സഭ എന്ന് പറയുന്ന സഭ, അതിന്റെ പ്രിമേറ്റ് എന്ന് പറയുന്നത് കോപ്റ്റിക് പോപ്പാണ്. സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ തന്നെയാണ്. അവരുടെ പ്രിമേറ്റ് എന്ന് പറയുന്നത് അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആണ്. അപ്പൊ പക്ഷെ മലങ്കര സഭയുടെ പ്രിമേറ്റ് എന്നുള്ള ഫസ്റ്റ് ക്ലോസിൽ അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആണ് പ്രധാന, സെയിം പ്രിമേറ്റ് തന്നെ ഇത് പ്രധാന മേലധ്യക്ഷൻ തന്നെയാണ് രണ്ടിനും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പ്രധാന മേലധ്യക്ഷൻ നിങ്ങളുടെ ഭരണഘടനയിൽ, അതും 1934 ഭരണഘടനയാണ് കേട്ടോ. 34 ഭരണഘടനയിൽ അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആണ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന് എഴുതി വെക്കാനുണ്ടായ കാരണം എന്താണ്? അത് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ ക്രിസ്റ്റഫറെ. ജൂഡൻ ഇത് വായിച്ചില്ലേ? അത് വായിച്ചപ്പോഴത്തേക്ക് അത് ജഗപതി കൊള്ളാം. മലയാളത്തിലല്ലേ വായിച്ചേ? ഒരു അതിന്റെ ആദ്യത്തെ വാക്ക് എന്താ? ഫസ്റ്റ് ക്ലോസിൽ ആദ്യത്തെ വാക്ക് മലയാളത്തിൽ. ഞാൻ ഒന്നുകൂടെ വായിക്കാം. മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മതി. മലങ്കര സഭ, അത് ഹൈഫൻ ഉണ്ട് അവിടെ. അത് രണ്ടാമത്തെ ക്ലോസിലും ഹൈഫൻ ഉണ്ട്. ഞാൻ പറയട്ടെ, രണ്ടാമത്തെ ക്ലോസിലും മലങ്കര സഭ ഒരു ഹൈഫൻ ഉണ്ട്. ആ ആദ്യത്തെ 2 ക്ലോസും മലങ്കര സഭയുടെ ഡെഫിനിഷൻ ആണ്. രണ്ടും ഒരുമിച്ച് വായിച്ചാലും തെറ്റില്ല. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ രണ്ടായിട്ട് ഞങ്ങളാണ് എഴുതിയത്. അപ്പൊ ഞങ്ങളുടെ വ്യാഖ്യാനം അങ്ങ് മനസ്സിലാക്കിയാൽ മതി. മലങ്കര സഭ ആദ്യത്തെ ഡെഫിനിഷൻ, അത് ഏത് സഭയുടെ വിഭാഗമാണെന്നാണ് ആദ്യത്തെ ഡെഫിനിഷൻ. രണ്ടാമത്തെ ഡെഫിനിഷൻ, അതേ മലങ്കര സഭ ആരാണ് സ്ഥാപിച്ചതെന്നും ആ സഭയുടെ പ്രൈമേറ്റ് ആരാണെന്നുമാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ആദ്യത്തേല് ഏത് സഭയുടെ വിഭാഗമാണെന്നും ആ സഭയുടെ തലവൻ ഏതാണെന്നുമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഏതിന് വിഭാഗമാണോ അതിന്റെ തലവൻ. അതാണ് മലങ്കര സഭ ഹൈഫൻ. രണ്ടും മലങ്കര സഭ എന്ന വാട്ട് ഈസ് മലങ്കര സഭ എന്നതിന്റെ ഡെഫിനിഷൻ ആണ് ആഫ്റ്റർ ദാറ്റ് ഹൈഫൻ. അത് രണ്ടും. അതെ, അത് കുറച്ച് ഇതായിട്ട് പറയാം. അപ്പൊ ഒന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മലങ്കര സഭ ഹൈഫൺ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ലൈൻ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗം. ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റിലുള്ള ഈ പറഞ്ഞ അന്ത്യോക്യ പാത്രിയർക്കീസിന് കീഴിലുള്ള ആ സഭയുടെ മറ്റൊരു വിഭാഗമാണ്. അല്ല ഇതില് ഒരു മിനിറ്റ്, ഇത് ഇവർക്ക് എത്ര പറഞ്ഞു നമ്മൾ ഇത് അതെന്താണെന്നറിയോ? ചുമ്മാ ഇങ്ങനെ പറഞ്ഞു ഇവര് പോയിക്കൊണ്ടിരിക്കും. നമ്മള് താഴെ അല്ല, ഈസ്റ്റും നന്നായിട്ട് വെസ്റ്റും പോകുന്നുണ്ട് എന്ന സാറേ, നിങ്ങൾ കൺസെപ്റ്റ് ധൈര്യമായിട്ട് ഇവർക്ക് അറിയാം. പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ ആരും അത് മിണ്ടാതിരുന്ന നമ്മുടെ ആരും ഒരു മിനിറ്റ് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഒരു മിനിറ്റ് ബാക്കിയുള്ള ഇടപെടുന്നത്.
ഞാൻ കേട്ടെ. ഈ ഒരു സഭയുടെ തലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയാണ് അധികാരമുള്ളത് ഇവിടെ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. നമുക്ക് അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഉണ്ടോ എന്ന് നോക്കാം. അതും കൂടി നിങ്ങള് പറയട്ടെ. ഞാൻ അത് പറയാത്ത എന്തൊക്കെയാണ് കാര്യം നിങ്ങൾ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോപ്പിന് ഇപ്പൊ കത്തോലിക്ക സഭയുടെ മേലുള്ള അല്ല നിങ്ങൾ അധികാരമുണ്ട്. നിങ്ങൾ പോപ്പിന്റെ ആരാ അധികാരം ഇതിനകത്ത് എന്തൊക്കെയാണ് ആരാ ജൂത ഉത്തരം എന്ന് പറയാൻ പറഞ്ഞു. പോകുന്നത്? ഞാനിപ്പോ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ പോകുന്ന ആരാണ്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ ഇത് എത്ര ഒരു 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഇതേ മനസ്സിലാവത്തില്ല. ചോദ്യം അല്ല 100 ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രാവശ്യം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പറ. ഞാൻ ആദ്യമായിട്ടല്ലേ ഞാനെന്നാ ചോദിക്കുന്നത്. ഒന്നുകൂടി നിങ്ങളെ പറയാം ഞാൻ ക്രിസ്റ്റഫർ, ഞാൻ വേണേ പിന്നെ ഒന്നുകൂടി പറയാം. അല്ലല്ല സൗര ഒരു അത് ആരാ നിങ്ങൾ പറയുന്നത്? ആളാരാണ്? നിങ്ങളുടെ ഗ്രൂപ്പ് അല്ലേ? നിങ്ങൾ ആരാ പറയുന്നത്? ഒരാൾ പറ. അപ്പൊ ജൂതം അയാളോട് പറയൂ. ഞാൻ കൃത്യമായിട്ട് ഒരു ചോദ്യം പോപ്പിന് ചോദിക്കാം. പോപ്പിന് കത്തോലിക്ക സഭയിലുള്ള അല്ല അധികാരം അപ്പൊ എന്തൊക്കെയാണ് അപ്പൊ അത് ക്രിസ്ത്യൻ പറഞ്ഞു. ബ്രദർ ആണോ സംസാരിക്കുന്നത്? അതെ ക്രിസ്റ്റഫർ ഞാനാ ക്രിസ്റ്റഫർ സംസാരിക്കുന്നത്. എന്നാ ഞാനാ ക്രിസ്റ്റഫർ ബ്രദറിനോട് എന്റെ ചോദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകാൻ നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ചോദ്യം ഇതില് രണ്ട് ഇത്രയും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു മിനിറ്റ് ഞാൻ അല്ല ഒന്ന് പറയട്ടെ. രണ്ട് പറഞ്ഞു തീർക്കട്ടെ തരത്തിലുള്ള സഹോദര. ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ. സഹോദര ഒന്ന് പറയട്ടെ. രണ്ട് തരത്തിലുള്ള ആൾക്കാർ സഹോദര ഒന്ന് പറയട്ടെ. രണ്ട് സഹോദര തരത്തിലുള്ള ഒന്ന് ആൾക്കാരുണ്ട്. പറയട്ടെ. നിങ്ങൾ ആദ്യം ഒന്ന് അപ്പൊ ക്ലിയർ ആയിട്ട് കേക്ക്. ഇതേ ചോദ്യം ഞാൻ തന്നെയല്ലേ വീണ്ടും ചോദിച്ചിട്ടുണ്ടോ? ഇത് നമ്മുടെ ഈ തന്നെയല്ലേ ചർച്ച വീണ്ടും എന്റെ പൊന്നു സഹോദര ചർച്ച ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അതെ ചർച്ച ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ചോദ്യം, നിങ്ങൾ എനിക്ക് പരിചയമില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് 100 പ്രാവശ്യവും ഒന്നല്ല, ഒരു പ്രാവശ്യം പോലും നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല. എനിക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ ഭരണഘടന ഒന്നാമത്തെ ക്ലോസ്, അത് ഒന്നാമത്തെ ക്ലോസും നിങ്ങൾ ഈ 100 ക്ലോസ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ 100 ക്ലോസ് ഇരുന്ന് വായിക്കും. പക്ഷെ നിങ്ങൾ പറയേണ്ടത് ഒന്നാമത്തെ ക്ലോസ്, ആ ഒന്നാമത്തെ ക്ലോസിന്റെ ഡെഫിനിഷൻ ആണെന്ന് പറഞ്ഞു. മലങ്കര സഭ ഹൈഫൺ എന്ന് പറഞ്ഞാൽ അതൊരു ഡെഫിനിഷൻ ആണെന്ന് ഇവിടെ ജഗവതി പറഞ്ഞു. അപ്പൊ അത് അതിനകത്ത് ക്രിസ്റ്റഫർ ബ്രദറിന് ഒരു പ്രശ്നമില്ല എന്ന് കരുതിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗം എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഏതാണ് ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ? ഇത് മാത്രമാണ് എന്റെ ചോദ്യം. ആരാണ് ഒരു മിനിറ്റ് അധ്യക്ഷൻ? ഇതൊന്നും ഞാൻ കഴിഞ്ഞില്ലേ ചോദിച്ചിട്ടില്ല. എന്താണ് ഈ കഴിഞ്ഞില്ലേ ഓർത്തഡോക്സ് സുറിയാനി സഭ? ഓക്കെ കഴിയുന്നില്ലേ? നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. അതായത് ഇതിന്റെ അകത്ത് ഞാൻ ആൻസർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് റിട്രോസ്പെക്റ്റീവ് ആയിട്ട് ചോദിക്കാം. ഇത് യേശു ക്രിസ്തു വരെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം വൈ ഡു യു കോൾ മീ എ ഗുഡ് ടീച്ചർ എന്ന് എന്താണ് അവിടെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ യേശു ക്രിസ്തു തിരിച്ചു ചോദിക്കണം, നീ എന്തിനാണ് എന്നെ ഗുഡ് ടീച്ചർ എന്ന്, വൈ ഡു യു കോൾ മീ ഗുഡ് എന്നാണ്. അപ്പൊ നമുക്ക് റെട്രിബ്യൂട്ടീവ് ആയിട്ട് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി കിട്ടും. അപ്പൊ ജൂതൻ പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പോപ്പിന് അല്ലെങ്കിൽ പോപ്പിനെ വിട്, റഷ്യൻ പാത്രിയാർക്കീസ് ഈ റഷ്യൻ ഓർത്തഡോക്സിന്റെ പാത്രിയാർക്കീസ് ആണ്. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പോവാം. ഈ അധികാരങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഉള്ളത് അവരാണല്ലോ സഭയുടെ തലവൻ. നമുക്ക് ക്ലിയർ ആയിട്ട് പോവാം. പറഞ്ഞോ. സഹോദര, റഷ്യൻ ഓർത്തഡോക്സിനെ പറ്റി ഇവിടെ എനിക്ക് തോന്നുന്ന മലങ്കര സഭയ്ക്കല്ല, ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കല്ലാതെ വേറെ ആർക്കും ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവരെ പറ്റി അറിയില്ല. കത്തോലിക്ക സഭയെ അതുകൊണ്ട് കുറിച്ച് പറഞ്ഞു. റഷ്യൻ ഓർത്തഡോക്സുകാരുടെ അധികാര പരിധി എന്താണെന്ന് എനിക്ക് അറിയില്ല. സത്യമായിട്ട് എനിക്ക് അറിയില്ല. അത് എനിക്കറിയേണ്ടത് കത്തോലിക്ക നമ്മുടെ അറിയത്തില്ല. എന്നാ അറിയുന്ന ഏതെങ്കിലും സഭയെ കുറിച്ച് ചോദിക്കുക. ആ അല്ല അല്ല അതാ ഞാൻ മ്യൂട്ട് ചോദിച്ചത്. മ്യൂട്ട് അടുത്ത എന്റെ ചോദ്യം ചോദ്യം ചോദിക്കാം. ജൂഡ് മ്യൂട്ട് മ്യൂട്ട് അതായത് മ്യൂട്ട് ചെയ്തോ, മ്യൂട്ട് ചെയ്തോ, ജൂഡ് അതായത് മ്യൂട്ട് ചെയ്തോ, ജൂഡ് മ്യൂട്ട്. അടുത്ത ചോദ്യം ചോദിക്കാം. നമുക്ക് റഷ്യൻ ഓർത്തഡോക്സിനെ കുറിച്ച് എടുക്കണ്ട, നമുക്ക് നീട്ടി നീട്ടി പോണ്ട. നിങ്ങളുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ നിങ്ങളുടെ പാത്രിയാർക്കീസിനുള്ള അധികാരം എന്തൊക്കെയാണ് അത് പറഞ്ഞത്. പറഞ്ഞു. അദ്ദേഹമാണ് അതിന്റെ ഹെഡ്, അതിന്റെ പ്രിമേറ്റ്, അതിന്റെ ഹെഡ്. അത് അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ആണ്. അത് ഓക്കെ, AD 34 സ്ഥാപിതമായ സക്സഷൻ ആണ്. അന്ന് മുതലേ ഉള്ള സക്സഷൻ ആണത്. എന്റെ അധികാരം എന്താന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ അധികാര പറഞ്ഞോ. പരിധിയല്ലേ ചോദിച്ചത്? അപ്പൊ വർഷങ്ങളോളം ഉള്ള അതിന്റെ ഏജും പറയണ്ടേ? അധികാര പരിധിയുടെ ഏജും പറയണ്ടേ? അധികാര പരിധിയല്ല ജൂഡ, അധികാരം എന്തൊക്കെ ചെയ്യാൻ അധികാരം സാധിക്കും. അത് അധികാര ചെറിയ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതിന്റെ അധികാരം കൃത്യമായിട്ട് അവരുടെ ഭരണഘടനയിൽ എന്താ പറയണേന്ന് നമുക്ക് നോക്കാം. എടുത്തെടുത്തു. അവരുടെ ഭരണഘടനയല്ല ഇതൊക്കെ എടുക്കട്ടെ എല്ലാവർക്കും എടുക്കട്ടെ അല്ല എടുക്കട്ടെ എടുക്കട്ടെ ആ ഭരണഘടനയൊക്കെ എടുക്കട്ടെ. അല്ല അതിനകത്ത് എന്റെ ചോദ്യം എന്താണ് ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നായിരുന്നു എന്റെ ചോദ്യം. അല്ലാണ്ട് ഞാൻ പാത്രിയാർക്കീസിന്റെ നമുക്ക് അധികാരമല്ല പറയാനേ ചോദിച്ചത്. നമുക്കിത് പറഞ്ഞു തരാം. ഇതിപ്പോ അതല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്നേ. ഇതിപ്പോ ഈ മനസ്സിലായാലും രീതിയിൽ പോയി കഴിഞ്ഞാൽ സമ്മതിക്കല്ലേ തന്നെ, അതുകൊണ്ടല്ലേ. എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഓർത്തഡോക്സ് നിൽക്കും. അല്ല ഇത് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കായിരുന്നു.
എന്റെ പൊന്നു സഹോദര, ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ള, ഞാൻ സമ്മതിക്കാതെ ഒന്നും ഇവിടെ ഇരുന്നിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ സമ്മതിക്കും, പക്ഷെ നിങ്ങൾ ചോദ്യം പറയണം. ചോദിച്ചിട്ടുണ്ട്. ചൂട വളരെ എന്താ ബേസിക് ആയിട്ടുള്ള ചോദ്യം കുറച്ച് എടുക്കാൻ പേടിയാണോ? ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ. സിറിയക് ഓർത്തഡോക്സ് ചർച്ചിലുള്ള അധികാരം എന്തൊക്കെയാണ്? അതായത് ഒരു ബിഷപ്പിന് ഇല്ലാത്ത എന്തൊക്കെ അധികാരമാണ് നിങ്ങളുടെ പാത്രിയാർക്കീസിന് ഈ സഭയിൽ ഉള്ളത് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അത് പറഞ്ഞോ. അത് പുള്ളി ഭരണഘടന എടുത്ത് നോക്കി ഇപ്പൊ പറയും, കാണാണ്ട് അറിയത്തില്ല. അതാണ് പുള്ളി ഇപ്പൊ നോക്കി പറയും. നോക്കി പറ. അതിപ്പോ കാണാണ്ട് എനിക്കറിയണം. നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് IPCയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ചോദിച്ചാൽ ഞാൻ കാണാപ്പാടെ ഇരുന്ന് പറയാം. ഞാൻ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ സഹോദര. അതിന്റെ എന്റെ അടുത്ത് കുഴപ്പമാണ്, കാണാപ്പാടം അതിന്റെ കുഴപ്പമാണ്. അതിന്റെ അല്ല ഒന്ന് അല്ല ഭരണഘടന ഞാൻ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എനിക്കറിയാം അതിന്റെ സഹോദര, കുഴപ്പമാണ്. ചോദ്യം ചോദിക്കുന്ന ആളുടെ നോക്കിയിട്ട് ചോദ്യം പറഞ്ഞാൽ ചോദിക്കുന്ന എന്നെ ആള് പൊന്ന് ചൂടാ, ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഇത് അടിക്കാണ്ട് കാര്യം പറ. സഹോദര, എന്താണ് അധികാര പരിധി? നിങ്ങൾക്ക് പറ പറ പറ. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്ന ആളോട് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനകത്ത് ചോദ്യം ചോദിക്കുന്ന ആൾക്ക് എന്തോ കഴിവുകേട് ഉണ്ടെന്ന് പറയുന്നത് ഒരു ഉത്തരമില്ലായ്മയാണ് ജഗപതി. ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്നെ എല്ലാവർക്കും ദേ ഇവിടെ ഇരിക്കുന്ന ഈ ക്ലബ് ഹൗസിൽ ഇരിക്കുന്ന സകലമാന ആൾക്കാർക്കും എന്നെ അറിയാം. എന്റെ ഞാൻ ഒരു പൊന്ന് വർഷത്തിന് മുമ്പ് ചൂടാ, ഒരു വർഷം ആ മുമ്പാണ് ഞാൻ അധികാരം മാമോദീസ എന്താന്ന് എടുത്ത് ഒരു ചോദിച്ചതിന് സഭയിൽ ഇത്രയും കയറിയത്. വലിച്ചു കിട്ടേണ്ട കാര്യമുണ്ടോ? എന്റെ അധികാരമില്ലേ പാത്രാക്കിസിന്? എന്തുകൊണ്ട് സൈദിന് അധികാരം എന്റെ പോയോ? ചോദ്യം അധികാരം പറ എന്താണ് ചൂടാ. ഓർത്തഡോക്സ് നമുക്ക് സുറിയാനി നമുക്ക് സഭ എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരം നോക്കി നോക്കി പോകാം. അപ്പൊ ഈ പ്രൈമറ്റ് എന്താന്നൊക്കെ പിന്നെ അവസാനം നമുക്ക് എന്റെ തെളിയിക്കാം. പൊന്ന് സഹോദര, കേട്ടോ? എന്റെ കലക്ക വെള്ളത്തിൽ നമുക്ക് ചോദ്യം തലയ്ക്ക് മീൻ പിടിക്കാം. അധികാരം പറ ചൂടാ. സഹോദര, നിങ്ങൾ നേരം അധികാരം എന്തെങ്കിലും വെളുക്കുന്നത് ഉണ്ടെങ്കിൽ വരെ അധികാരം നിങ്ങൾ പറ ഇത് ചൂടാ. ചർച്ച ചെയ്തോ. വേറെ ഞാൻ കഥകളൊന്നും അധികാര പറയാതെ, പരിധിയൊക്കെ പറയാം. വേറെ എന്റെ കഥകൾ ചോദ്യം, പറയാതെ ഇത് വേറെ ആരും ഇല്ല അധികാരം ഉണ്ടെങ്കിൽ ഇതിനകത്ത്. പറ. ഇവിടെ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്താന്ന് ചോദിച്ചാൽ അധികാര പരിധിയാ എന്നോട് തിരിച്ചു ചോദിക്കുന്നത്. ഞാനിപ്പോ എന്താ പറയാ? അതറിയത്തില്ല, അത്രേ ഉള്ളൂ. അല്ല, ഇത് ഞാൻ പറയാന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യം എന്താണ് ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നുള്ളത്. അതിനകത്ത് ഞാൻ എന്താ പറയേണ്ടത്? ഓർത്തഡോക്സ് സുറിയാനി സഭയല്ല ഞാൻ ചോദിച്ചത്. നമുക്കിത് പറഞ്ഞു പോകാന്നേ, ഞാൻ നമുക്കിത് പറഞ്ഞു പോകുന്നത് എന്റെ നമുക്ക് സഹോദരൻ, ഞാൻ മനസ്സിലാവും. നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ സഭയുടെ വന്ന് തലമുറ നിങ്ങളുടെ ഭരണഘടനയിലുള്ള കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അത് അപ്പൊ അത് നിങ്ങൾ എന്റെ ജൂതൻ അടുത്ത് ചോദിക്കുകയാണ്, ഈ നിങ്ങള് ഈ നിങ്ങളുടെ ഇതുമായിട്ട് പാർട്ടിയാക്കിയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചോദ്യം എന്നോട്. സഹോദര, നിങ്ങളുടെ ഞാൻ വന്ന് നിങ്ങളുടെ ഭരണഘടനയിലെ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതിന് നിങ്ങൾ ഞങ്ങൾ ഈ ഭരണഘടന ഭരണഘടനയായിട്ട് അവിടെ മാറ്റി വെക്കൂ. നമുക്ക് ആ ഈ അപ്പൊ ഇതിനുള്ള അതായത് ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി ഉത്തരവില്ല, ഞാൻ പറയണം മാറ്റി വെക്കണം. എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവില്ല ഇനി എന്ന് ഇനി പറഞ്ഞ പോരെ. ഇനി ഇനിയിപ്പോ ജൂതൻ അതല്ല ഇത് പറഞ്ഞേ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് എടുത്ത് വായിക്കുന്നില്ല. ഞാൻ സഹോദര ഈ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികൾ സഹോദര, നിങ്ങളുടെ വിശ്വാസികളോടൊന്ന് പറ ഇത് ഞാൻ എന്താ പറയട്ടെ, സംഭവം. ഞങ്ങളുടെ നിങ്ങൾ വിശ്വാസികൾക്കെല്ലാം ഭരണഘടന വളരെ ക്ലിയർ ആണ്. ഈ ഉടായ്പല്ല ഞങ്ങളുടെ വിശ്വാസികൾക്ക് വളരെ ക്ലിയർ ആണ്. ഞാൻ നിങ്ങൾ പറഞ്ഞ ഈ ഞാൻ സഹോദര, ഞാൻ എന്ത് ഉടായ്പ കാണിച്ചു എന്ന് പറഞ്ഞു? അല്ല, ഞാൻ കാണിച്ച ഉടായ്പ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ കാണിച്ച പൊന്ന്, ഉടായ്പ എന്താ ജൂഡൻ നിങ്ങൾ കാണിച്ച പറയാം. ഉടായ്പല്ല, ജൂഡന്റെ സഭ ഈ യാക്കോടികൾ കാണിച്ച സാധന പറഞ്ഞ ജൂഡനല്ല. ജൂഡൻ ഈയുടെ ഒരു പെന്തക്കോസ്തിൽ വന്നതല്ലേ. അതിനെ കുറിച്ചൊന്നും സഹോദര, കുഴപ്പമില്ല. നിങ്ങള് അത് മൊത്തത്തിൽ സഹോദര പറഞ്ഞതാണ്. സഹോദര എണ്ണ സഹോദര എണ്ണ ഇതിൽ എടുക്കാതെ. ജഗപതി ഒന്ന് കൂളായി. ഒരു കാര്യം പറയാം. ജഗപതി ഒരു ഞാൻ കൂളായി. ഒരു കൂളൊക്കെ കാര്യം പറയാം. തന്നെയാ. ഞാൻ ആൻസർ പറ. അല്ല, ഒന്ന് ആരെങ്കിലും കൂളായി. മുമ്പോട്ട് ഞാനൊരു ഇങ്ങട്ടെ. കാര്യം പറയാം. ലൈവ് ഒരു കാര്യം പറയാം. കണ്ടോണ്ടിരുന്ന എന്റെ ഒരാളെന്നാലേ പൊന്ന് പറയട്ടെ. ഇത് ചൂടെ, ഒരു യോഗം എന്നെ ഭയങ്കരമായിട്ട് കൂളാക്കണ്ട. ഞാൻ ബഹളം കൂള് തന്നെയാ. ഉണ്ടാക്കുകയാണ്. എന്റെ പൊന്ന് പാസ്റ്റർ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത. നിങ്ങൾക്ക് ഇതില്ലല്ലോ. ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വിട്. ഞാനൊന്ന് പറയുന്നത്, ഞാൻ എത്ര ശാന്തമായിട്ടാ നിങ്ങളോട് പറയാം. അയ്യോ, നിങ്ങൾ ചൂടാ, ഞാനിവിടെ ഞങ്ങള് ശാന്തനൊക്കെ തന്നെയാ. ഞങ്ങള് സന്തോഷമേ ഉള്ളൂ ഇത് പറയാൻ. ഈ ജഗപതി ഞാനിവിടെ ചോദിക്കാത്തതും പരാമർശിക്കാത്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷയം മാറ്റിവിടാ. ഞാനിവിടെ യാക്കോക്കാരെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാനിവിടെ ഒരു ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞില്ല. ഞാൻ ആകെ ചോദിച്ചത് ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ഭരണഘടനയിലെ ഫസ്റ്റ് ക്ലോസിൽ മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ എനിക്കറിയില്ല ഇത് എന്താണ് ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ. അതാണ് ഞാൻ ചോദിക്കുക, എന്താണ് ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ? അത് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ തീർക്കും. ഞാനിപ്പം നമുക്ക് ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ഇനി ഞാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒന്നാമത്തെ ക്ലോസ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് AI-ല്, അതായത് ഇപ്പൊ നമ്മുടെ ChatGPT-യിൽ ഇട്ടിട്ട് ഞാൻ ഇതിന്റെ അർത്ഥം ചോദിച്ചു. ഞാനത് വായിക്കാം, കേട്ടോളൂ. 1934, the head of the Malankara Orthodox Syrian Church hold both the spiritual and the administrative supreme forces of the church was His Holiness Moron Basilius Georgis II. He had already been installed as Catholicos of the East
In 1927, succeeding Basilius Gilbert is one. On 26 November 1934, Malankara Association. ഇത് ബാക്കി അവത് അതിൻ്റെ അകത്തുനിന്ന് ഇത് ചെയ്ത ഇതാണ്. അപ്പൊ ഞാൻ ഈ ഒന്നാമത്തെ ക്ലോസ് അനുസരിച്ച് ഹൂ ഇസ് ഹെഡ് ഓഫ് ദ ചർച്ച് എന്ന് ചോദിച്ചെന്നുള്ള ഉത്തരമാണ്. ഇനി പോട്ടെ, നമുക്ക് ആ ഒരു ഇത് നമുക്ക് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. അപ്പൊ സഭയുടെ തലവൻ എന്ന് പറയുമ്പോൾ സഭയുടെ തലവന് കുറച്ച് അധികാരങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ ആ സ്കൂളിന്റെ പ്രിൻസിപ്പളിന് കുറച്ച് അധികാരം ഉണ്ടാവും. അയാൾക്ക് ബാക്കിയുള്ള ടീച്ചർമാരുടെ മേലുള്ള ഒരു അധികാരം ഉണ്ടാവും. അയാളായിരിക്കും ടൈം ടേബിൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അയാളായിരിക്കും ഇന്ന ടീച്ചർ ഇന്ന പീരിയഡ്സ് എന്നതാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അതേപോലെ സഭയുടെ തലവന് ചില അധികാരങ്ങൾ ഉണ്ടാവും. അതേപോലെ നിങ്ങളുടെ സഭയുടെ തലവന് ബാക്കിയുള്ള ബിഷപ്പുമാരെ കാട്ടിലും കൂടുതൽ എന്താണ് അധികാരമുള്ളത്? വൈ ഹീസ് കോൾഡ് ദ ഹെഡ് ഓഫ് ദ ചർച്ച് എന്നതാണ് ചോദ്യം. ഇനി ജൂഡന ഉത്തരം അറിയാമെങ്കിൽ പറഞ്ഞോളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കൂ. ഞാൻ വെയിറ്റ് ചെയ്യാം, ആരും ഇടയ്ക്ക് ചേർത്തില്ല, സമയം എടുത്ത് നോക്കി പതുക്കെ പറഞ്ഞാൽ മതി. അതായത് നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. അതായത് എന്താണ് ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു സഭയുടെ പ്രധാന മേലധ്യക്ഷൻ്റെ അധികാര പരിധികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞാൽ മാത്രമാണ് എനിക്ക് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അർത്ഥം മനസ്സിലാകൂ എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ ശരിയാണോ? കറക്റ്റ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പറഞ്ഞു. അതായത് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സഭയുടെ മേലധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നാണ്. അല്ലല്ല, ഞാൻ മേലധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചില്ല. എന്റെ ചോദ്യം നിങ്ങൾക്ക് അപ്പൊ ക്ലിയർ ആയിട്ടില്ല. എന്റെ ചോദ്യം അതാണെന്ന്. അപ്പൊ ഞാൻ കേറി വന്ന് ചോദ്യം ചോദിച്ചതിന് അപ്പൊ നിങ്ങൾക്ക് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അർത്ഥം എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചോദ്യം ആൻസർ ചെയ്യാൻ ഞാൻ ചെയ്യണം. ഇതിന് ഉത്തരം പറഞ്ഞു. എനിക്ക് അറിയത്തില്ല ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായി പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാവും. ഞാനപ്പോ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചോളാം, എനിക്കൊരു പ്രശ്നമില്ല എന്റെ സഹോദര. ഞാൻ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അർത്ഥം ക്ലിയർ ആക്കണ്ടേ? കുറെ ആൾക്കാരില്ല, എല്ലാവർക്കും മനസ്സിലാവണ്ടേ? ഇതിപ്പോ കുറെ ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലാവണ്ടേ? എന്തൊക്കെയാണ് അവർക്ക് റൈറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. നമുക്കത് ഞാൻ വെയിറ്റ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി പറഞ്ഞാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല, അതായത് ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഞാൻ നോക്കി ഇത് പറയേണ്ടത് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അർത്ഥം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? അല്ലല്ല, നമുക്കിത് ഇപ്പൊ അറിയത്തില്ലാത്ത കാര്യം പഠിച്ചു പോകുന്ന നല്ലതല്ലേ. ഇപ്പൊ ജൂതനെ അറിയാൻ എനിക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ 1934 ഭരണഘടനയുടെ മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിഭാഗം ആദ്യത്തെ ഭാഗം മനസ്സിലാക്കാൻ നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ആ വിഷയം വിടുന്നു. നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇനി ക്രിസ്റ്റഫർ ബ്രദറിന് അറിയേണ്ടത് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഇതിന്റെ ഹെഡിന്റെ അധികാരം എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷെ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായില്ല. അത് വേറെ ആർക്കെങ്കിലും ആൻസർ അറിയൂ? എന്താണ് ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ? ജഗവതിക്കോ ആർക്കെങ്കിലും പറയാൻ പറ്റൂ എന്താണ് ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നുള്ളത്? ആർക്കും അറിയില്ല. ജൂഡൻ മറ്റേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞായോ? അപ്പൊ ആർക്കും ഓർത്തഡോക്സ് അപ്പൊ ഭരണഘടന എഴുതിയ ആൾക്കാർക്കും ഇത് പാലിക്കുന്നവർക്കും അറിയില്ല. കാരണം എന്താ അറിയാമോ? ഇവിടെ ഈ 2017 വിധി വന്നപ്പോ പറയുന്നത് എല്ലാ യാക്കോക്കാരും ഈ 1934 ഭരണഘടന ജൂഡാ ആൻസർ പറയൂ ജൂഡാ. നമ്മള് ചോദ്യം ചോദിച്ചല്ലോ, എന്ത് പറ്റി? അത് പറഞ്ഞാൽ പൊളിയെന്നല്ല തോന്നുന്നുണ്ടോ? ഭരണഘടനയുടെ ഒന്നാമത്തെ ക്ലോസ് ആർക്കും അറിയില്ല. എന്തപ്പ ചെയ്യാ എനിക്ക് നിങ്ങളുടെ സഭയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ്. അത് അവിടെ തന്നെ ആ കൂട്ടത്തിൽ അങ്ങ് നിന്നാ മതി. പറ്റിയ സ്ഥലത്ത് അത് ചേരണ്ടെന്ന് പറഞ്ഞ 1934 ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലുള്ള സകല യാക്കോക്കാരും സകല മലങ്കര ഓർത്തഡോക്സുകാരും പാലിക്കേണ്ടതായിട്ടുള്ള ഒരു ഭരണഘടന ആണ്. ശരിയാണോ തെറ്റാണോ? കോടതി വിധി പ്രകാരം ഇവിടെയുള്ള യാക്കോക്കാരും, അതായത് ഞാനിപ്പോ യാക്കോബ സഭയിൽ ചേർന്ന ആളാണല്ലോ, അപ്പൊ ഞാൻ ഉള്ള ആളുകൾ അംഗീകരിക്കേണ്ടതല്ലേ? പള്ളിയിൽ 1964 പള്ളിയില് ഈ പറഞ്ഞ പോലെ സോറി എന്താ ജൂതൻ കോടതി വിധി വായിച്ചിട്ടുണ്ടോ? അല്ല, അതാ ഞാൻ ചോദിച്ചത്.
അല്ല, ഞാൻ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന അപ്പൊ അന്ന് നിങ്ങൾ പറ സോഷ്യൽ മീഡിയയിൽ 1934 മാത്രമേ ഭരണഘടന പറഞ്ഞിട്ടുള്ള അത് വെച്ചോടെ വന്നേക്കുന്നത്. അല്ല, അന്ന് നിങ്ങൾ ഇതിനൊരു ഉത്തരം പറ. 1934 ഭരണഘടന അതെന്തു പറ്റി? യാക്കോബായ അധികാരം പറയാൻ ഇപ്പം പറ്റത്തില്ലേ? അത് ഇപ്പൊ ഒരു അത് ചോദ്യം അധികാരം ചോദിക്കാൻ അപ്പൊ പോലും ഒരു നിങ്ങൾ മിനിറ്റ്. അപ്പൊ സമ്മതിക്കുന്നില്ലല്ലോ സഹോദര. ചുരുക്കത്തിൽ പറഞ്ഞാൽ യാക്കോബായക്കാരനായ യൂഡന് ഈ പാത്രികസ് അധികാരം ഉണ്ടെന്നെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രത്യേക അധികാരം? സഹോദരൻ, ഞാൻ ചോദിക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്താണോ? നിങ്ങൾ പൊട്ടം കളിക്കുകയാണോ? എനിക്കറിയാൻ പാടില്ല. പൊട്ടം കളിക്കുക, പൊട്ടം അല്ല കളിക്കുക. ജൂഡ അതിൽ പക്ഷെ അതിന് തന്നെ എഴുതി ഉത്തരം കിട്ടിയാൽ വെച്ചിട്ടുള്ള മതി. അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ചാ പോരെ.